ഇന്ത്യ പാകിസ്ഥാൻ DGMO തല ചർച്ച ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള മൂന്നാം ഘട്ട സംഭാഷണം നടക്കുന്നത്. അതിർത്തിയിലെ സേനാ പിന്മാറ്റമാണ് സംഭാഷണത്തിൽ പ്രധാനമാകും ചർച്ചയാകുന്നതും. അനൂപ് തുടരുന്നുണ്ട്. അനൂപ്, ഇപ്പോഴിതാ ഇന്ന് പ്രധാനപ്പെട്ട ഒരു DGMO തല ചർച്ച നടക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാകും ഈ ചർച്ചയിൽ പറയുക? എന്താണ് കൂടുതൽ വിവരങ്ങൾ? രണ്ട് കാര്യമാണ്. ഒന്ന്, ഇന്ന് വരെയാണ്, അതായത് ഞായറാഴ്ച വരെയാണ് വെടിനിർത്തൽ തുടരാൻ വേണ്ടിയുള്ള ഒരു ധാരണ കഴിഞ്ഞ വെള്ളിയാഴ്ച ചേർന്ന DGMO തല ചർച്ചയിൽ ഉണ്ടായത്. ആ ധാരണ ഇന്ന് കഴിയുകയാണ്. അപ്പോൾ ഇന്ന് വീണ്ടും ഈ DGMO തല ചർച്ച നടത്തി വെടിനിർത്തൽ ധാരണ തുടരാനുള്ള ഒരു തീരുമാനം എടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഇരുഭാഗത്തും പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും അതിർത്തി പ്രദേശങ്ങളിൽ പല ഭാഗത്തു നിന്ന് വന്ന, പല പോസ്റ്റുകളിൽ നിന്ന് വന്ന പട്ടാളക്കാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വേണ്ട ഇടപെടൽ നടത്താൻ വേണ്ടിയാണ് പല ഭാഗത്തു നിന്നും സേനാ അംഗങ്ങളെ ഈ അതിർത്തി പ്രദേശത്തേക്ക് ഇരു രാജ്യങ്ങളുടെയും സേനാ മേധാവിമാർ വിളിച്ചു വരുത്തിയത്. എന്നാൽ ഇപ്പോഴത്തെ നിലയിൽ വെടിനിർത്തൽ കരാർ ലംഘനങ്ങളില്ല, കുഴപ്പങ്ങളില്ല. ആ ഘട്ടത്തിൽ അധികമായി ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക് എത്തിയ സേനാ അംഗങ്ങളെ നേരത്തെ അവരുണ്ടായിരുന്ന പോസ്റ്റുകളിലേക്ക് തിരികെ വിളിക്കണം എന്നൊരാവശ്യം ഉയരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു യുദ്ധം ഉണ്ടായേക്കും എന്നൊരു സാഹചര്യം അതിർത്തിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി സേനാംഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ധാരണ ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ചർച്ച, അതായത് ഈ നദീജല കരാറും ഉൾപ്പെടെയുള്ള ചർച്ചകളൊന്നും ഇന്ന് ഈ യോഗത്തിൽ നടക്കില്ല. സൈനികമായിട്ടുള്ള വിഷയങ്ങളാണ് ഇരുഭാഗത്തുമുള്ള DGMOമാർ ഈ കൂടിക്കാഴ്ച, ഈ സംഭാഷണത്തിൽ സംസാരിക്കുക.